പെബിൾസ് ലൈവ്. മഠയൻ കഴുത. ഒരു ദിവസം കാടിന്റെ രാജാവായ സിംഹം ഒരു ആനയോട് യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ മുറിവേറ്റ സിംഹം വേദന കൊണ്ട് തുടിച്ചു. വേട്ടയാടാൻ പോലും അതിന് കഴിഞ്ഞില്ല. വളരെ വിശപ്പോടെയിരുന്നു. സിംഹത്തിന്റെ മന്ത്രി നരിയും വിശപ്പോടെയിരുന്നു. നരി ഒരു ദിവസം പറഞ്ഞു, ബഹുമാനപ്പെട്ട രാജാവേ, നമ്മൾ രണ്ടുപേരും വിശന്ന് തളരുകയാണ്. താങ്കൾക്കോ ഇനിയും ചില നാட்കൾക്ക് വേട്ടയ്ക്ക് പോകാൻ കഴിയുകയില്ല. ഈ നില നീണ്ടു നിന്നാൽ നമ്മൾ രണ്ടുപേരും പട്ടിണി കൊണ്ട് മരിച്ചു പോകും. മന്ത്രി, വ്രണമുള്ള എന്റെ കാലുകളും വെച്ച് ഞാൻ എങ്ങനെ വേട്ടയ്ക്ക് പോകും? നീ ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ഒരു മൃഗത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ, ഞാനിതിനെ കൊല്ലാം. നോക്കി രണ്ടുപേർക്കും തൃപ്തിയായി ഭക്ഷണം കഴിക്കാം. ഞാൻ എന്നെ കൊണ്ടാവുന്ന അത്ര ശ്രമിക്കാം. നരി അവിടെ നിന്നും ചെന്നു. വഴിയിൽ ഒരു തടിച്ചു കൊഴുത്ത കഴുതയെ കണ്ടു. നരി സന്തോഷപ്പെട്ടു. എന്റെ സ്നേഹിത, നീ സുഖമായിരിക്കുന്നോ? നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. എന്താണ് ഇങ്ങനെ മെലിഞ്ഞു പോയത്? അതേ സ്നേഹിത, എന്റെ യജമാനൻ എന്നെ വല്ലാതെ പണിയെടുപ്പിക്കുന്നു. ഭക്ഷണം ശരിക്ക് തരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്ഷീണിച്ചു പോയത്. അങ്ങനെയാണോ സ്നേഹിത? നിന്റെ നില കണ്ടിട്ട് പരിതാപം തോന്നുന്നു. നിനക്ക് എന്റെ കൂടെ വന്നുകൂടെ? ഞങ്ങളുടെ രാജാവായ സിംഹം വളരെ നല്ലവനാണ്, കരുണാഹൃദയനാണ്. രാജ്യസഭയിൽ മന്ത്രിയുടെ സ്ഥാനം കാലിയായിട്ടുണ്ട്. നീ ആ ജോലിക്ക് അർഹനാണെന്ന് തോന്നുന്നു. വാ, നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാം. സത്യമാണോ? പക്ഷെ ഞാൻ ഈ ഗ്രാമത്തിലെ ഒരു വീട്ടുമൃഗമാണ്. കാട്ടിലുള്ള വന്യമൃഗങ്ങളുടെ കൂടെ എങ്ങനെയാ ജീവിക്കുക? അതിനെപ്പറ്റി നീ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. വാ. സൂത്രക്കാരൻ നരിയുടെ സംസാരം ആ മഠയൻ കഴുത വിശ്വസിച്ചു. അത് നരിയുടെ കൂടെ സിംഹത്തെ കാണാൻ കാട്ടിലേക്ക് ചെന്നു. വിശപ്പിൽ വാടിക്കൊണ്ടിരുന്ന സിംഹം ആ തടിച്ചു കൊഴുത്ത കഴുതയെ കണ്ടതും തന്റെ നില മറന്ന് ചാടി. പക്ഷേ കഴുതയെ പിടിക്കാൻ സാധിച്ചില്ല. സംഗതി അല്പം വേഗത്തിലായി പോയി. പേടിച്ച കഴുത അവിടെ നിന്ന് ഓടി. സിംഹത്തിന്റെ അത്യാകാംക്ഷയാൽ അവർക്ക് ആഹാരം കിട്ടിയില്ല. നരി സങ്കടപ്പെട്ടു. സിംഹവും ആ നഷ്ടപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് പശ്ചാത്തപിച്ചു. അതേ കഴുതയെ വീണ്ടും വിളിച്ചുകൊണ്ടുവരാൻ സിംഹം കഴുതയോട് പറഞ്ഞു. നരി ആ കഴുതയെ തന്നെ തേടിച്ചെന്നു. കഴുതയെ കണ്ട നരി അതിശയത്തോടെ ചോദിച്ചു, ഓ സ്നേഹിത, നീ എന്തിനാ അങ്ങനെ ഓടിയത്? നിന്നെ കണ്ടിട്ട് സ്നേഹം കൊണ്ടാണ് സിംഹം വരവേൽക്കാൻ വേണ്ടി അങ്ങനെ ചാടിയത്. നരി വീണ്ടും കബളിപ്പിക്കപ്പെട്ട് സിംഹത്തെ കണ്ട് സംസാരിക്കാൻ നരിയോടൊപ്പം പുറപ്പെട്ടു. ഇത്തവണ സിംഹം വളരെ സൂക്ഷിച്ചിരുന്നു. കഴുത അടുത്തു വന്ന ശേഷം സിംഹം കഴുതയെ അടിച്ചു കൊന്നു. സിംഹവും നരിയും പിന്നെ സന്തോഷത്തോടെ ചിരിച്ചു. സിംഹരാജൻ തിന്നാൻ തുടങ്ങിയപ്പോൾ നരി പറഞ്ഞു, രാജാവേ, താങ്കൾ വളരെ വിശപ്പോടെ ഇരിക്കുകയായിരുന്നു. എങ്കിലും തിന്നുന്നതിന് മുമ്പ് ഒന്ന് കുളിക്കണ്ടേ? വേഗം പോയി കുളിച്ചിട്ട് വരൂ. സിംഹത്തിന് നരി പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. അത് നദിയിലേക്ക് പോയി. സിംഹം പോയ ഉടനെ നരി കഴുതയുടെ തലച്ചോറ് തിന്നു. സിംഹം കുളിച്ചു വന്ന് തിന്നാനിരുന്നു. സിംഹം ആദ്യം കഴുതയുടെ തലച്ചോറാണ് തിന്നാൻ ആശിച്ചത്. കാരണം അതാണ് സിംഹത്തിന് ഏറ്റവും ഇഷ്ടം. ഈ കഴുതയുടെ തലച്ചോറവിടെ നീ തിന്നുകളഞ്ഞോ? ഇല്ല രാജാവേ, ഇല്ല. എനിക്ക് എന്തറിയാം, കഴുതക്ക് തലച്ചോറേ ഇല്ല. അതുകൊണ്ടാണ് അത് രണ്ടാമതും വിളിച്ചപ്പോ താങ്കളെ കാണാൻ വന്നത്. സിംഹവും ആലോചിച്ചു. ആഹാരവും സന്തോഷമായി കഴിച്ചു. ഏത് സാഹചര്യത്തിലും ആമയും മുയലും. ഒരു കാട്ടിൽ 3 സ്നേഹിതർ നരി, മുയൽ, ആമ എന്നിവർ ജീവിച്ചു വന്നു. ഒരു ദിവസം അവർ ഒരിടത്ത് കണ്ടുമുട്ടാൻ തീരുമാനിച്ചു. അതിൻപടി നരിയും മുയലും ആമ വരുന്നതിന് മുൻപേ വന്നു ചേർന്നു. കുറച്ചു നേരത്തിനു ശേഷം ആമ പതുക്കെ അവിടെ എത്തി. മുയൽ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് ആമയോട് പറഞ്ഞു, നീ കുഴിമടിയനാ, എന്നെ പോലെ വേഗത്തിൽ നിനക്ക് വരാൻ പറ്റിയില്ലല്ലോ. മുയലിന്റെ വർത്തമാനം നരിക്ക് ഇഷ്ടമായില്ല. മുയലേ, ഇതുപോലെ നീ പറയരുത്. നീ ആമയോട് മത്സരിച്ചാൽ നിനക്ക് സത്യത്തിൽ ജയിക്കാൻ കഴിയില്ല. എന്ത് മത്സരം? ശരി, നമുക്കൊന്ന് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു ഓട്ടപ്പന്തയം വെക്കാൻ പോകുകയാണ്. ആര് ജയിക്കുമെന്ന് നോക്കാം. ആമയും മുയലും അതിന് സമ്മതിച്ചു. ഓട്ടപ്പന്തയം തുടങ്ങാൻ ഒരിടവും അവസാനിപ്പിക്കാൻ ഒരിടവും തിരഞ്ഞെടുത്തു. പന്തയം ആരംഭിച്ചു. മുയൽ വളരെ വേഗം ഓടി. ആമ പതുക്കെ ചെന്നു. മുയൽ തിരക്കിൽ അതിവേഗം ഓടി. ആമ ഒരു തിരക്കുമില്ലാതെ മെല്ലെ മെല്ലെ ഇഴഞ്ഞിഴഞ്ഞു പോയി.
ദൂരം ഓടിയ മുയൽ ക്ഷീണിച്ചു പോയി. തിരിഞ്ഞു നോക്കിയ മുയലിന്റെ കണ്ണുകളിൽ ആമയെ കണ്ടതേയില്ല. അതുകൊണ്ട് മുയൽ വിചാരിച്ചു, അവൻ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇങ്ങനെ കരുതി മുയൽ ഒരു വലിയ മരത്തിന്റെ തണലിൽ കിടന്നുറങ്ങി. കുറച്ചു നേരത്തിനു ശേഷം ആമ പതുക്കെ മുയൽ ഉറങ്ങുന്ന സ്ഥലത്ത് വന്നു ചേർന്നു. മുയൽ നന്നായിട്ട് ഉറങ്ങുന്നതറിഞ്ഞ ആമ പതുക്കെ തടസ്സമൊന്നുമില്ലാതെ ഓട്ടപ്പന്തയം തീരുന്ന സ്ഥലത്തേക്ക് എത്തി. ആമ മെല്ലെ മെല്ലെ ഇഴഞ്ഞു നീങ്ങി വന്നെങ്കിലും ഓട്ടപ്പന്തയം തീരുന്നിടത്ത് വന്നെത്തി. അപ്പോൾ ആമയെ മറ്റു മൃഗങ്ങൾ അഭിനന്ദിച്ചു. അവസാനം മുയലിനെ തോൽപ്പിച്ച് നീ ജയിച്ചു. മുയലെവിടെ? കുറേ നേരത്തിനു ശേഷം മുയൽ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി. ആഹാ, ആ മടിയനാമ ഇനിയും ഇങ്ങോട്ട് എത്തിയില്ല. ഞാൻ തന്നെ ജയിക്കും എന്നതിൽ സംശയമേ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മുയൽ പന്തയം തീരുന്നിടത്തേക്ക് ഓടി. അവിടെ മുയലിനെ ഇതുവരെ നടക്കാത്ത ഒരു അതിശയം കാത്തിരുന്നിരുന്നു. ആമ മുൻകൂട്ടിയെ അവിടെ എത്തിയിരുന്നു. മുയൽ നാണം കെട്ട് സ്ഥലം വിട്ടു. സ്വയം പെരുമ പറഞ്ഞ മുയലിനോട് നരി പറഞ്ഞു, നിന്റെ ഗർവം നിന്നെ ലക്ഷ്യത്തിലെത്തിച്ചില്ല. കണ്ടോ, പതുക്കെ നടക്കുന്ന ആമ തുടർന്ന് നടന്ന് ശരിയായ നേരത്തിൽ വന്നു ചേർന്ന് വിജയിച്ചു. നിന്റെ അഹങ്കാരം കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി മേലെങ്കിലും ഒരാളുടെ ബലത്തെപ്പറ്റി നീ തെറ്റായി കണക്കിടരുത്, കേട്ടോ? ഗുണപാഠം: പതുക്കെയും കൃത്യമായും പ്രവർത്തിച്ചാൽ ഏതു ബലശാലിയായ ആന. ഒരു കുരുവി ദമ്പതികൾ ഒരു ഞാവൽ പഴമരത്തിൽ ജീവിച്ചു വന്നു. കുറച്ചു നാൾക്കകം അമ്മ കുരുവി മുട്ടകൾ ഇട്ടു. കുരുവി ദമ്പതികൾക്ക് വളരെ സന്തോഷമായി. മുട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങൾ വരുന്നതും കാത്ത് ജിജ്ഞാസയോടെ അവർ കഴിഞ്ഞു. ഒരു ദിവസം വളരെ ബലശാലിയായ ഒരു ആന ആ ഞാവൽ പഴമരത്തിന് താഴെയെത്തി. മരത്തിന്റെ ഇലകൾ തിന്നാൻ ആനയ്ക്ക് ആശയായി. അതുകൊണ്ട് ആന തുമ്പിക്കൈ കൊണ്ട് ഉയരത്തിലുള്ള ചില്ലകളിൽ പിടിക്കാൻ തുടങ്ങി. കുരുവികൾ അതുകണ്ട് പേടിച്ച് ശബ്ദമുണ്ടാക്കി. ഓ, ബലശാലിയായ ആനെ, ഈ ചില്ല മാത്രം ദയവ് ചെയ്ത് പറിക്കല്ലേ. ഞങ്ങൾ ഈ ചില്ലയിലാണ് കൂട് വെച്ച് മുട്ടയിട്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്നത് ഞങ്ങൾ ആശയോടെ കാത്തിരിക്കുകയാണ്. നീ ഈ ചില്ല പറിച്ചാൽ മുട്ടകൾ ഉടഞ്ഞു പോകും. അഹങ്കാരം പിടിച്ച ആന കുരുവികൾ പറഞ്ഞത് കേട്ടില്ല. നിങ്ങളുടെ കൂട് താഴെ വീണാലോ മുട്ടകൾ പൊട്ടിയാലോ എനിക്കെന്താ? എനിക്ക് വേണ്ടത് തിന്നാൻ ഇലകളാ. ഇങ്ങനെ പറഞ്ഞ് ആന ആ ചില്ല പറിച്ചു. കൂട് താഴെ വീണു, മുട്ടകളും ഉടഞ്ഞു. കുരുവി ദമ്പതികൾ ദുഃഖം കൊണ്ട് വാടി കരഞ്ഞു. ആ കരുണയില്ലാത്ത ആന ഇലകൾ തിന്നിട്ട് സ്ഥലം വിട്ടു. കുരുവി ദമ്പതികൾക്ക് ഇതിന് പ്രതികാരം ചെയ്യണം എന്ന് തോന്നി. കോപം കൊണ്ടവർ തുടിച്ചു. കുരുവി ദമ്പതികൾ ഉടനെ തങ്ങളുടെ കൂട്ടുകാരോട് ചെന്ന് ഇങ്ങനെ പറഞ്ഞു: ആ മദം പിടിച്ച ആന ഞങ്ങളുടെ മുട്ടകളെ ഉടച്ചു കളഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആരെങ്കിലും ഞങ്ങളെ സഹായിക്കണം. കാക്ക ദമ്പതികളും തവളയും ഉറുമ്പും കുരുവികളെ ആശ്വസിപ്പിച്ചു. അവരെല്ലാം ചേർന്ന് ഒരു പദ്ധതിയിട്ടു. അടുത്ത ദിവസം കുരുവികളും മറ്റു ചെറിയ മൃഗങ്ങളും ആനയുള്ള സ്ഥലം നോക്കി ചെന്നു. ആനയെ കണ്ടതും അവ ആനയെ ശല്യം ചെയ്യാൻ തുടങ്ങി. ഉറുമ്പ് വേഗം ആനയുടെ കാതിൽ കയറി ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. തുടർന്ന് കാതിൽ ശല്യം ചെയ്യുന്ന ശബ്ദം കേട്ടതുകൊണ്ട് ആനയ്ക്ക് തല ചുറ്റാൻ തുടങ്ങി. അത് താഴെ വീണു. കാക്ക ദമ്പതികൾക്ക് ആനയുടെ മേൽ കയറാൻ സന്ദർഭം കിട്ടി. മരത്തിന്മേൽ നിന്ന് കാക്കകൾ രണ്ടും താഴെ വന്ന് ആനയുടെ 2 കണ്ണുകളും കുത്തി ആനയെ കുരുടനാക്കി. ആന വേദന കൊണ്ട് തുടിച്ച് കരഞ്ഞു. പെട്ടെന്നുള്ള ആക്രമണത്താൽ ഇടറിപ്പോയ ആനയുടെ വായും തൊണ്ടയും വരണ്ടുപോയി. വെള്ളം കുടിക്കാൻ അതിന് ആശയുണ്ടായി. എന്നാൽ കണ്ണു കാണാത്തതുകൊണ്ട് ദിശയറിയാതെ നിന്നു. ഇപ്പോൾ തവളയ്ക്കൊരവസരം കിട്ടി. തവള ഒരു വലിയ കുഴിയുടെ അടുത്ത് ചെന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. കണ്ണു കാണാത്ത ആ ആന ശബ്ദം കേട്ട് ആ ഭാഗത്ത് കുളമുണ്ടാകുമെന്ന് കരുതി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചെന്നു. അടുത്ത നിമിഷം ആന വലിയ ഒരു കുഴിയിൽ വീണ് ചത്തുപോയി. കുരുവി ദമ്പതികളും അവരുടെ സ്നേഹിതരും ബലശാലിയായ ആനയ്ക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തു.
Pebbles Live.